അയല പൊള്ളിച്ചാലോ? നല്ല വാട്ടിയ വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത് അയല. അതിന് വേണ്ട പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കാം. ചെറിയ ഉള്ളിയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം പുളി, കറിവേപ്പില. ഇതൊക്കെ നമുക്ക് ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കാം. പുളി നമ്മൾ ആ പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. മീനിൽ മസാലയൊക്കെ പുരട്ടി ഒരു അരമണിക്കൂറങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക. വരയിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി മസാലയൊക്കെ നല്ലോണം അയല കഷ്ണത്തിലേക്ക് പിടിക്കും. മസാലയിലുള്ള എരിവും പുളിയൊക്കെ കഷ്ണത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ശരിയായ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിൽ മീൻ പൊരിച്ച എണ്ണയിൽ നമുക്ക് കടുകും ജീരകവും പൊട്ടിക്കാം. രണ്ടും പൊട്ടിച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ചെറുള്ളി നല്ലോണം വഴറ്റി ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. പുളിയൊക്കെ നോക്കിയിട്ട് തക്കാളി എടുക്കാം. ഇതിപ്പോൾ 2 അയല മാത്രമേ എൻ്റെ ഉള്ളൂ. പിന്നെ അതിൽ ചെറുതായി അരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കും. കറിവേപ്പില ഞാൻ ലാസ്റ്റാണ് ചേർത്തത്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചേർക്കാം. മല്ലിച്ചപ്പുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. നല്ലോണം വഴറ്റി ബ്രൗൺ കളറാകുമ്പോൾ അതിൽ പൊടികൾ ചേർക്കാം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാം. ജീരകം പൊടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചേർക്കാവുന്നതാണ്. പുളി ആവശ്യത്തിനനുസരിച്ചിട്ട് പുളിയും ചേർക്കാം. നിങ്ങൾക്ക് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. തക്കാളി ഉള്ളത് കൊണ്ട് പുളി ആവശ്യത്തിന് ചേർത്താൽ മതി. മസാല തയ്യാറായി. വാഴയിലേക്ക് വാട്ടി പൊള്ളിച്ച മീനും മസാലയൊക്കെ പൊതിഞ്ഞ് വെക്കാൻ വേണ്ടി നമുക്ക് വാട്ടി തയ്യാറാക്കി എടുത്ത് വെക്കാം. ഞാൻ 2 അയല മാത്രമേ പൊള്ളിക്കുന്നുള്ളൂ. അതുകൊണ്ട് 2 ചെറിയ കഷ്ണം വാഴയിലയാണ് എടുത്തത് വാട്ടാൻ. അതിൽ പച്ച വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പൊരിച്ച അയല കഷ്ണം നമുക്ക് അതിലേക്ക് എടുത്ത് വെക്കാം. എണ്ണയിൽ അങ്ങനെ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല. ഷാലോ ഫ്രൈ ചെയ്താലും മതി. നമുക്കിങ്ങനെ മീൻ ഇങ്ങനെ വാഴയിലയിലേക്ക് ഇങ്ങനെ കിടത്തി വെക്കാം. നമ്മൾ വഴറ്റി വെച്ച മസാല അയിലേൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓരോ അയിലയിലും ആവശ്യത്തിന് മസാല വെച്ച് സ്പ്രെഡ് ചെയ്ത് നല്ലോണം സെറ്റാക്കിയെടുത്ത് നമുക്കത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. മസാല പൊതിഞ്ഞ അയല നമുക്ക് പൊതിഞ്ഞ് ഒരു ഈർക്കിൽ കഷ്ണം വെച്ചിട്ട് നല്ലോണം സെക്യൂർ ചെയ്ത് വെക്കാം. ഇതുപോലെ ഈർക്കിൽ കുത്തിയിൽ സെക്യൂർ ചെയ്ത അയല ഒരു ചൂടായ പാനിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ച് 2 സൈഡ് ഒന്നും കൂടെ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഈ ഒരു ടൈമിലാണ് നമ്മൾ മസാലയിലുള്ള എരിവും പുളിയൊക്കെ മീനിലേക്ക് നല്ലോണം ഇറങ്ങുന്നത്. അയല പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും. ഉള്ളി വഴറ്റിയതിൻ്റെയും മീനിൻ്റെയും വാടിയ വാഴയിലയുടെയൊക്കെ നല്ല മണം വരും. നല്ല പുളിയുള്ള മസാലയും അതിൻ്റെ കഷ്ണമൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു.